ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു പ്ലേസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് പരിചയപ്പെടുത്താനാണ്. ഇതിൻ്റെ പേര് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്നാണ്. പണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ട്യൂബറിൽ നിന്നാണ് ഗ്രോത്ത് കിട്ടാറുള്ളത്. ഇൻ കേസ് ചില സമയത്ത് മാത്രം നമുക്കൊരു 30-50 പ്ലാന്റ് വളർത്തുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പ്ലാന്റിൽ ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ലീഫിൽ നിന്നതിൽ പ്രൊപ്പഗേഷൻ നടക്കാറുണ്ട്. പക്ഷേ ഇത് മെയിൻലി നമുക്ക് ട്യൂബർ പ്രൊപ്പഗേഷനാണ്. ട്യൂബർ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിഴങ്ങ് റൗണ്ട് ഉണ്ട പോലെ ഇരിക്കുന്ന കിഴങ്ങിൽ നിന്നാണ് നമുക്കിത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുതിയ പ്ലാന്റ് പെട്ടെന്ന് കിട്ടുകയൊക്കെ ചെയ്യും. നമ്മളിതിപ്പോൾ ഇത് ഏകദേശം നട്ടിട്ട് ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് ഈ പ്ലാന്റ് ഇളക്കുന്ന സമയത്ത് നമുക്കിതിൽ ഉറപ്പായിട്ട് ഒരു 3-4 കിഴങ്ങ് കാണും. ആ ഓരോ കിഴങ്ങ് ഉറപ്പായിട്ട് ഇതുപോലത്തെ ഒരു പ്ലാന്റായിട്ട് മാറും, നിറച്ച് പൂക്കളും തരും. ഇത് ഡെയിലി നമുക്ക് 2-3 ഫ്ലവർ തരുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ട്രോപ്പിക്കൽ സൺസെറ്റ് ആണ്. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. അതിൻ്റെ അകംഭാഗത്ത് ആ വെള്ളമൊക്കെ നിറഞ്ഞ ഇപ്പോൾ ഒരു പ്രത്യേക മണവുമാണ്. പിന്നെ ഇതിന് പ്രത്യേകത ഒരു പിങ്കിഷ് കളർ വന്നതിന് ശേഷം സൈഡിലേക്കൊരു യെല്ലോയിഷ് പോലെ അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടെക്സ്ചറാണ് ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിന് വരുന്നത്. പിന്നെ എൻ്റെ ലീഫിൻ്റെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് പച്ച കളറിൽ ബ്രൗണിഷ് സ്പോട്ടുകൾ വന്നിട്ട് ഇങ്ങനെ സ്പോട്ടായിട്ട് കിടക്കാതെ ഇങ്ങനെ ഒരു എന്ത് പറയുക, സ്ക്രാച്ച് പോലെ അങ്ങനെ പോയി കിടക്കുകയാണ്. പിന്നെ ചില ലീവ്സ് വന്നിട്ട് അത് ഉണ്ടാവാറില്ല. കൂടുതലും നമുക്ക് ഫ്രഷ് ആയിട്ടിരുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലീവ്സ് ഫോർമേഷൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ടെക്സ്ചർ ആയിരിക്കും. പിന്നെ അതിനുശേഷം ഒരു നല്ല പച്ചപ്പിലോട്ട് അതങ്ങ് പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ലീഫിൽ നിന്ന് പൊടിക്കില്ല. സോ ഇതിന് നമ്മൾ വി പാരസ് എന്നല്ല പറയുന്നത്. പക്ഷേ ട്രോപ്പിക്കലാണ്, കട്ട ട്രോപ്പിക്കലാണ്. ഡെയിലി ഫ്ലവർ കിട്ടും. ഇത് ഇന്നൊരു ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലവർ അണയുന്നതിന് മുന്നേ അടുത്ത ഫ്ലവർ കാണുന്നത്. ഇവിടെ ഫ്ലവർ ഓരോ വിരിഞ്ഞ് കിടപ്പുണ്ടോ, പഴയ ഫ്ലവറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വലിയ പ്ലാന്റിന് നമ്മൾ ഈടാക്കുന്ന 500 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. വിത്ത് ഫ്ലവറുള്ള ഈ സെയിം പോട്ടിലിരിക്കുന്ന ഇത്രയും പ്ലാന്റ് ഒരുമിച്ചാണ് തരുന്നത്. ഓക്കെ, പ്ലാന്റിന് വെറും ചിലവാകുന്ന രൂപ 500 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ തന്നെ കുറച്ച് ഡാർക്ക് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ഡാർക്ക് വെറൈറ്റിയാണ് കേട്ടോ. ഏകദേശം സെയിം ടെക്സ്ചർ വരുന്നത്. ഇത് വേറൊരു പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പല വെറൈറ്റി ഓഫ് പ്ലാന്റ്സിൻ്റെ കളക്ഷനും ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇപ്പോൾ പുതിയ താമര ആമ്പലോ മേടിക്കാൻ താല്പര്യപ്പെടുന്നവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെയുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും ഡീറ്റെയിൽസ് അയച്ചു തരും. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9809806874 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. ബൈ ബൈ.